അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യം നമുക്ക് വായിക്കാം. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പല ഉപമകളെ പറഞ്ഞ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം അവൻ തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവിടെ അവരുടെ പള്ളിയിൽ അവർ ഉപദേശിച്ചപ്പോൾ അവർ വിസ്മയിച്ചു. അവർ പറയുകയാണ്, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഈ വാക്കുകൾ യേശു കേട്ടുകാണുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ അപ്രകാരം പറഞ്ഞ വ്യക്തിയോട് യേശു പറയുകയാണ്, ഒരു പ്രവാചകനെയും സ്വന്തം ഭവനക്കാരും സ്വന്തം ദേശക്കാരും അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയില്ല. ആ ദേശക്കാരുടെ അവിശ്വാസമാണ് അവരെ കൊണ്ട് അപ്രകാരം പറയിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ യേശു ചെയ്തില്ല എന്ന് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വാസം ദൈവം വെറുക്കുന്ന പാപമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. നമ്മിൽ അവിശ്വാസം വന്നാൽ 3 രീതിയിൽ അത് നമ്മെ ബാധിക്കും. ഒന്നാമതായി, അവിശ്വാസം നമ്മുടെ ദൂരക്കാഴ്ച നഷ്ടപ്പെടുത്തും. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ച നമുക്ക് നഷ്ടപ്പെടുത്തും. നാം കേട്ടു, യേശുവിൻ്റെ താമസ നാട്ടിൽ വന്നപ്പോൾ ജനം പറയുകയാണ്, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? അവിടുത്തെ ജനത്തിന് യേശുവിൽ കൂടി നടക്കുന്ന അത്ഭുതങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് യേശുവിനെ വിശ്വസിക്കുവാൻ അവർ കൂട്ടാക്കുന്നില്ല. യേശുവിൻ്റെ വാക്കുകൾ ജ്ഞാനമുള്ള വാക്കുകളും മനോഹരമായ വാക്കുകളുമാണെന്ന് അവർക്കറിയാം. എങ്കിലും അവൻ്റെ വാക്കുകൾ അനുസരിക്കുവാനും അംഗീകരിക്കുവാനും അവർക്ക് കഴിയുന്നില്ല. കാരണം യേശുവിനെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും അവർ തയ്യാറല്ലാത്തതിനാൽ അവരിൽ വിശ്വസിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ കൂടുതൽ സൗഖ്യം വരുത്തുവാനും വീര്യപ്രവൃത്തികൾ ചെയ്യുവാനും യേശു തയ്യാറായില്ല. യേശുവിലുള്ള വിശ്വാസം നമുക്ക് രോഗസൗഖ്യവും ഹൃദയത്തിൽ ശാശ്വത സമാധാനവും നിത്യജീവനും തരുമെങ്കിൽ, യേശുവിലുള്ള അവിശ്വാസം നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുവാൻ സാത്താൻ ഒരു ആയുധമായിത്തീരുന്നു. യേശുവിൽ അഥവാ യഹോവയിലുള്ള അവിശ്വാസം നമ്മുടെ ജീവന് പോലും ഭീഷണിയായി തീരും എന്ന് 2 രാജാക്കന്മാർ 7-ാം അധ്യായത്തിലെ സംഭവം വെളിപ്പെടുത്തുന്നു. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പിൻ, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് മറുപടിയായി എലീശ പറഞ്ഞത്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെങ്കിലും നീ അതിൽ നിന്നും തിന്നുകയില്ല. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നാം കേട്ടത്. അരാം രാജാവ് ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ ദേശത്ത് കഠിനമായ ക്ഷാമം ഉണ്ടാവുകയും ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറിയെന്ന് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴുതത്തല ശുദ്ധിയില്ലാത്ത മൃഗത്തിൻ്റേതാണ്. പ്രാകാഷ്ഠം എന്നതിന് NIV ഇംഗ്ലീഷ് വേർഷനിൽ സീഡ് പോട്ട്സ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതോ വിത്തിൻ്റെ തൊണ്ടാകുവാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ന്യൂ ജെറുസലേം ബൈബിളിൽ വിൽഡ് ഒനിയൻ അഥവാ കാട്ടു ഉള്ളി എന്നാണ് പ്രാകാഷ്ഠത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, മറ്റൊരഭിപ്രായം കാരോബ് ട്രീയിൽ ഉണ്ടാകുന്ന ലോക്കസ്റ്റ് ബീൻസ് അഥവാ വെട്ടുക്കിളിപ്പയർ ആണ് പ്രാകാഷ്ഠം എന്ന അഭിപ്രായമുണ്ട്. ഡോവ്സ് ഡെഗ് എന്നാൽ മറ്റേതോ ആഹാരത്തിൻ്റെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. ഒരു കാര്യം സ്പഷ്ടം, തീരെ മോശം ആഹാരമാണ് പ്രാകാഷ്ഠം. പ്രാവിൻ്റെ കാഷ്ടമല്ല എന്ന് സാരം. അത്രമാത്രം വിലക്കയറ്റം ഉള്ളപ്പോഴാണ് ഗോതമ്പും യവവും നിസാര വിലയ്ക്ക് ശമര്യയുടെ പടിവാതിൽക്കൽ വിൽപ്പന നടത്തുമെന്ന് എലീശ പ്രവാചകൻ പ്രവചിച്ചത്. അതിൽ വിശ്വാസമില്ലാത്തതിനാലാണ് രാജാവിൻ്റെ ഉദ്യോഗസ്ഥൻ അതിനെതിരെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാലും പ്രവാചകൻ പറഞ്ഞതുപോലെ നടക്കുകയില്ല എന്ന് പറഞ്ഞത്. തനിക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ദൈവം
ഇസ്രയേലിൻ്റെ തലസ്ഥാനമായ ശമര്യയെ വളഞ്ഞിരുന്ന അരാം സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രയേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈമ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി. കൂടാരങ്ങൾ, കുതിരകൾ, കഴുതുകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്നപാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 6ഉം 7ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. അങ്ങനെ ഇസ്രയേൽ ജനം പുറപ്പെട്ട അരാം പാളയം കൊള്ളയിട്ടു. യഹോവയുടെ വചനപ്രകാരം വന്ന് ശേക്കലിന് 1 സയ ഗോതമ്പുമാവും ശേക്കലിന് 2 സയ യവവും വിറ്റു. രാജാവ് തനിക്ക് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകനെ വാതിൽക്കൽ വിചാരകനായി നിയമിച്ചിരുന്നു. ജനം അവനെ ചവിട്ടിക്കളഞ്ഞു. രാജാവ് എലീശയുടെ അടുക്കൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞിരുന്നതുപോലെ അവൻ മരിച്ചുപോയി. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. എലീശാവിനോട് പറഞ്ഞിരുന്നു, നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെങ്കിലും നീ അതിൽ നിന്നും തിന്നുകയില്ല എന്ന്. അതെ, ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാണനാശത്തിന് പോലും അത് മുഖാതിരമായി തീരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അഥവാ പാപികളെ സ്നേഹിച്ചു. ഇവിടെയും യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ അത് നമ്മുടെ നിത്യതയെ തന്നെ ബാധിക്കും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, യേശുവിലുള്ള വിശ്വാസവും അനുസരണവും നമുക്കില്ലാതെ വന്നാൽ അത് നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹമില്ലാത്തതും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും മറ്റുള്ളവരെ അംഗീകരിക്കാത്തതുമായ ഒരു കഠിന ഹൃദയത്തിനെ ഉടമയാക്കി തീർക്കും. അവിശ്വാസം നമ്മെ കഠിന മനുഷ്യനാക്കി തീർക്കുമ്പോൾ യേശുവിലുള്ള വിശ്വാസവും അനുസരണവും നമ്മെ നിഷ്കളങ്കരാക്കി മാറ്റുന്നു. യേശുവിലുള്ള വിശ്വാസമില്ലായ്മ നമ്മുടെ ഹൃദയ സന്തോഷം നഷ്ടപ്പെടുത്തുകയും അത് നമ്മെ നിരാശയിലേക്കും പിറുപിറുപ്പിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ വിശ്വാസവും അവനോട് അനുസരണവുമുള്ള വ്യക്തികൾ ഹബക്കൂക്കിനെ പോലെ പറയും, എനിക്ക് ഒരു നന്മയും ദൈവം തന്നില്ലെങ്കിലും ഞാൻ യഹോവയിൽ ഉല്ലസിക്കും എന്ന്. യേശുവിൽ വിശ്വാസവും അനുസരണവുമുള്ള ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയും, നെബൂഖദ്നേസർ രാജാവേ, നിൻ്റെ അഗ്നികുണ്ഡത്തിൽ ഞങ്ങൾ വീഴേണ്ടി വന്നാലും നിൻ്റെ അഗ്നികുണ്ഡത്തിൽ നിന്നും ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും നീ നിർത്തിയ വിഗ്രഹത്തിന് മുമ്പിൽ ഞങ്ങൾ വണങ്ങുകയില്ല എന്ന്. കാരണം അവർ യഹോവയെ അനുസരിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആയിരുന്നു. അവിശ്വാസം നമ്മുടെ കണ്ണിനെ കുരുടാക്കും, ദൈവപ്രവൃത്തിയെ മറപ്പിക്കും, ഹൃദയത്തെ കഠിനമാക്കും. നമ്മുടെ ദൈവസ്നേഹത്തെയും നല്ല മനസാക്ഷിയെയും യഹോവയെങ്കിൽ സന്തോഷത്തെയും അവിശ്വാസം നഷ്ടപ്പെടുത്തും. നമ്മിൽ വന്നു ചേരുന്ന പാപപ്രവൃത്തിയാണ് നമ്മിൽ അവിശ്വാസത്തിൻ്റെ വിത്ത് മുളപ്പിക്കുന്നത് എന്ന് നാം ഓർക്കണം. പാപം നമ്മെയും ദൈവത്തെയും വേർപിരിക്കും. അതിൽ നിന്നും രക്ഷ നേടുവാൻ ബൈബിൾ വായിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുക എന്നതാണ് ഏക വഴി. യേശുവിൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് കാണുവാൻ കഴിയാത്തത് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് കാണുവാൻ കഴിയും. എത്രമാത്രം യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമോ അത്രമാത്രം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. എന്തുമാത്രം നാം വചനം അനുസരിക്കുമോ അത്രമാത്രം നാം ദൈവത്തോട് അടുക്കുന്നു. എന്തുമാത്രം നാം വചനം അനുസരിക്കുന്നുവോ അത്രമാത്രം നാം ശക്തരായി തീരുകയും സാത്താന്യ കോട്ടകളെ തകർക്കുവാൻ തക്ക വിശ്വാസവും ശക്തിയുമുള്ളവരായി മാറുകയും ചെയ്യുന്നു. ഓർക്കുക, അവിശ്വാസം നമ്മുടെ ആത്മാവിൻ്റെ പാഷാണമാണ്. ആകയാൽ സാത്താന് സകല അവിശ്വാസത്തിൻ്റെ തീയമ്പുകളെയും കെടുത്തിക്കളയുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച നാം എടുക്കണമെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എന്ത് പ്രതിസന്ധിയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏത് രീതിയിലുള്ള കഷ്ടതയാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എവിടെ ലഭിക്കുമെന്ന് എനിക്കറിയാം. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. നാം നേരിടുന്ന ഏത് പ്രതിസന്ധിയും യേശുവിനോട് പറഞ്ഞാൽ അവൻ അതിന് പരിഹാരം വരുത്തി തരിക തന്നെ ചെയ്യും. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കഷ്ടത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ കഷ്ടത മാറ്റിക്കൊടുക്കണമേ. അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, സമാധാനം കൊടുക്കണമേ, പ്രതിസന്ധികൾക്ക് പരിഹാരം വരുത്തി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.